എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 24 14 ശ്ലോകം വരെയാണ് ഇന്നലെ എടുത്തത്. 15ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം ക്ലാസ് നയിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഹരി ഓം സാർ. ഭവതു ഭവനോഗ്നു ഭവബീജം കരവാഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാതരവോർജിനേതുസ്തം പതുഭൂതഹൃദയം സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ ഭാഗവതം തൃതീയ സ്കന്ധം 24-ാം അധ്യായം ശ്ലോകം 15 മുതൽ ആരംഭിക്കുന്നു. അധ്യായം 24 ശ്ലോകം 15. അധസ്ത്വമർഷിമുഖ്യേഭ്യോ യഥാശീലം യഥാരുചി ആത്മജാ പരിരേഹ്യദ്യാം വിസ്തൃണീഹി യശോ ഭുവി. അതഃ ത്വം ഋഷിമുഖ്യേഭ്യഃ, അതുകൊണ്ട് താങ്കൾ ഋഷിമുഖ്യന്മാർക്കായിക്കൊണ്ട് യഥാശീലം യഥാരുചി, ശീലമനുസരിച്ച് രുചി അനുസരിച്ച് ആത്മജാഹ പുത്രിമാരെ പരിരേഹി അദ്യ ഇന്ന് ദാനം ചെയ്യൂ. വിസ്തൃണീഹി യശോ ഭുവി, ഭുവി ഭൂമിയിൽ യശസ്സിനെ വിസ്തൃണീഹി വിസ്തരിപ്പിക്കും. അതുകൊണ്ട് ഹേ പുത്രനായ കർദമ, നിന്റെ ഈ പുത്രിമാരെയൊക്കെ അവരവരുടെ രൂപത്തിന്, ഗുണത്തിന്, ശീലത്തിന് ചേർന്ന വിധത്തിൽ ഋഷിമുഖ്യന്മാരായ മരീച്യാദികൾക്ക് ഇപ്പൊ തന്നെ വിധിപൂർവ്വം വിവാഹം കഴിച്ച് ദാനം ചെയ്യുക. അതുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും വലിയ യശസ് വ്യാപരിക്കുക തന്നെ ചെയ്യും എന്ന് ഈ കന്യകമാർക്ക് വരനെ കണ്ടുപിടിക്കാൻ ഓടി നടക്കണമെന്നില്ല. ബ്രഹ്മാവ് തന്നെ വരന്മാരെ ഉദ്ദേശിച്ചു. ബ്രഹ്മാവിൻ പുത്രന്മാരായ മരീച്യാദികളായ സപ്തർഷിമാർ 9 ഋഷിമാരെ ബ്രഹ്മാവ് തന്നെ നിയോഗിച്ചു. അവരിപ്പോ വരും, അവർക്ക് ഓരോരുത്തർക്കും പുത്രന്മാരെ വിവാഹം കഴിച്ചു കൊടുത്തേക്കും എന്ന് ആവശ്യപ്പെട്ടു. അധസ്ത്വം ഋഷിമുഖ്യേഭ്യോ യഥാശീലം യഥാരുചി ആത്മജാഹ പരിരേഹ്യദ്യ വിസ്തൃണീഹി യശോ ഭുവി. അതഃ ത്വം ആത്മജാഹ യഥാരുചി ഋഷിമുഖ്യേഭ്യഃ അദ്യ പരിരേഹി യശഃ ഭുവി വിസ്തൃണീഹി. അധസ്ത്വം ഋഷിമുഖ്യേഭ്യോ യഥാശീലം യഥാരുചി ആത്മജാഹ പരിരേഹ്യദ്യ വിസ്തൃണീഹി യശോ ഭുവി. അധസ്ത്വം ഋഷിമുഖ്യേഭ്യോ യഥാശീലം യഥാരുചി ആത്മജാഹ പരിരേഹ്യദ്യ വിസ്തൃണീഹി യശോ ഭുവി. വേദാഹമാദ്യം പുരുഷം അവതീർണം സ്വമായയാ ഉദാനം ശേവതിം ദേഹം വിപ്രാണം കപിലം മുനീം. വേദ അഹം ആദ്യം പുരുഷം അവതീർണം സ്വമായയാ, വേദ അറിയുന്നു, അഹം ഞാൻ, അഹം വേദ ഞാൻ അറിയുന്നു, ആദ്യം പുരുഷം അവതീർണ ആദ്യ പുരുഷനായി അവതരിച്ച, സ്വമായ സ്വന്തം മായ കൊണ്ട്, തൻ്റെ തന്നെ മായ കൊണ്ട് ആദിപുരുഷനായി അവതരിച്ച, ഭൂതാനാം ശേവധി ഭൂതങ്ങളുടെ നിധിയായ, സമസ്ത ഭൂതജാലങ്ങൾക്കും നിധിയായ, ശേവധി നിധി എന്നർത്ഥം. ഭൂതാനാം ശേവധി ഭൂതങ്ങൾക്ക് നിധിയായ, ദേഹം ബിഭ്രാണം കപിലം മുനി ദേഹത്തെ ധരിക്കുന്ന കപിലനെ, ഹേ മുനി. അല്ലയോ കർദമ, ഭഗവാൻ സ്വന്തം മായ കൊണ്ട്
എല്ലാ പ്രാണികളുടെയും നിധിയായി തീർന്നിരിക്കുന്ന കപില നിറമുള്ള ദേഹത്തെ, അതാണ് കപിലൻ എന്ന് പേര് കിട്ടാൻ കാരണം. നിധിക്ക് സദൃശമായ കപില നിറമുള്ള ദേഹത്തെ ധരിച്ചിരിക്കുന്ന ആദ്യപുരുഷനായ ആദിപുരുഷൻ അവതരിച്ചതായിട്ട് ഞാൻ അറിയുന്നു. എല്ലാ പ്രാണികൾക്കും പരമപുരുഷാർത്ഥം സാധിപ്പിക്കാൻ ഒരു മഹാനിധിക്ക് തുല്യമാണ് കപിലന്റെ ദേഹം. അങ്ങനെ ഉള്ള കപിലന്റെ ദേഹത്തെ ആശ്രയിച്ച് ഭഗവാൻ ഇതാ അവതരിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ പുത്രിമാരെയൊക്കെ വിവാഹം കഴിച്ച് അയക്കൂ. വേദാഹമാദ്യം പുരുഷം അവതീർണം സ്വമായയാം ഭൂതാനം ശേവധിം ദേഹം വിഭ്രാണം കപിലം മുനേൻ. ഹേ മുനേൻ, സ്വമായയാ ഭൂതാനം ശേവധിം കപിലം ദേഹം വിഭ്രാണം ആദ്യം പുരുഷം അവതീർണം അഹം വേദ. വേദാഹമാദ്യം പുരുഷം അവതീർണം സ്വമായയാ ഭൂതാനം ശേവധിം ദേഹം വിഭ്രാണം കപിലം മുനീം. വേദാഹമാദ്യം പുരുഷം അവതീർണം സ്വമായയാ ഭൂതാനം ശേവധിം ദേഹം വിഭ്രാണം കപിലം മുനീം. ജ്ഞാനവിജ്ഞാനയോഗേന കർമ്മണാമുദ്ധരം ജഡാഹം ഹിരണ്യകേശപത്മാക്ഷപത്മമുദ്രാപദംബുജ ഏഷമാനവിദേകത്വം പ്രവിഷ്ട കൈഡഭർദ്ധനാം അവിദ്യാസംശയഗ്രന്ഥിം ഛിത്വാ കാം വിചരിഷ്യതി. ജ്ഞാനവിജ്ഞാനയോഗേന, ജ്ഞാനയോഗം കൊണ്ടും വിജ്ഞാനയോഗം കൊണ്ടും ഒന്ന് ഇത് പ്രത്യക്ഷമാണ്, മറ്റത് പരോക്ഷമാണ്. ജ്ഞാനം പരോക്ഷമാണ്, വിജ്ഞാനം പ്രത്യക്ഷമാണ്. അഷ്ടാംഗയോഗങ്ങൾ കൊണ്ട് അനുഷ്ഠിച്ചു വരുന്ന യോഗവിധികളെ ഉപദേശിച്ചിട്ട് വേദാംഗങ്ങൾ ഉപനിഷത്ത് വരെയുള്ള വിജ്ഞാന സാധനകളെയും ഉപദേശിച്ചിട്ട് കർമ്മണാം ഉദ്ധരൻ ജടാഹ, ജഡങ്ങളായ കർമ്മങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അനേക ജന്മജന്മാന്തരങ്ങൾ സഞ്ചയിച്ചു വെച്ച കർമ്മവാസനകളാകുന്ന ജഡങ്ങളെ ഉൽപാദനം ചെയ്യാൻ, നശിപ്പിക്കാൻ, ഉദ്ധരിപ്പിക്കാനായിക്കൊണ്ട് കർമ്മണാം ഉദ്ധരൻ ജഡാഹ, ജഡങ്ങളായ കർമ്മങ്ങളുടെ ഉദ്ധാരകനായി, കർമ്മങ്ങളെ നശിപ്പിച്ചിട്ട് ജീവനെ ഉദ്ധരിപ്പിക്കുന്നവനായി ഹിരണ്യകേശൻ, സ്വർണവർണ്ണമുള്ള മുടിയോട് കൂടിയവനായി, പത്മാക്ഷ, താമരദളം പോലെ വികസിച്ച കണ്ണുള്ള, പത്മമുദ്ര പദാംബുജ, താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള രേഖ അടയാളപ്പെടുത്തിയ പാദത്തോടു കൂടിയവൻ. പത്മമുദ്ര പദാംബുജ, താമര എന്ന മുദ്ര അടയാളം കൊണ്ട് രേഖപ്പെടുത്തിയ പദാംബുജത്തോടു കൂടിയവനും, ജ്ഞാനവിജ്ഞാന യോഗം ഉപദേശിക്കുന്നവൻ, ജഡങ്ങളായ കർമ്മങ്ങളെ മാറ്റി ജീവനെ ഉദ്ധരിക്കുന്നവൻ, ഹിരണ്യകേശൻ, പത്മാക്ഷൻ, പത്മമുദ്രയുള്ള പദാംബുജത്തോടു കൂടിയവനുമായ ആ സാക്ഷാൽ ഭഗവാൻ കപിലനായി അവതരിച്ച് ഏഷ മാനവി, ഹേ മനുവിന്റെ പുത്രിയായ, ഹേ മാനവി, തേ ഗർഭം പ്രവിഷ്ട, നിന്റെ ഗർഭത്തിൽ പ്രവേശിച്ച് കൈഡഭർദ്ധന, ഭഗവാൻ കൈഡഭനെ നശിപ്പിച്ചവനായ ഭഗവാൻ അവിദ്യാ സംശയഗ്രന്ഥിം ഛിത്വാ, അജ്ഞാനം കൊണ്ട് നിനക്കുണ്ടായ സംശയത്തിന്റെ ഗ്രന്ഥിയെ ഛിത്വ, ഛേദിച്ചിട്ട് ഗാം വിചരിഷ്യതി, ഭൂമിയിൽ അങ്ങനെ സഞ്ചരിച്ച് നടക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ അവതാര ഉദ്ദേശ്യത്തെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞതാണ്. സാഖ്യശാസ്ത്രത്തെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കപിലന്റെ അവതാരം. ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടുമുള്ള
രണ്ട് തരത്തിലുള്ള തത്വജ്ഞാനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ, അതേപോലെ ജനങ്ങളുടെ ജന്മാന്തര കർമ്മവാസനകളെയൊക്കെ നശിപ്പിച്ച് ജീവനെ ഉദ്ധരിച്ച് മോക്ഷം കൊടുക്കാനും സ്വർണ്ണ നിറമുള്ള കേശത്തോടെ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടും താമരപ്പൂവിന്റെ ആകൃതിയുള്ള പാദപത്മങ്ങളോടും കൂടി നിന്റെ ഗർഭത്തിൽ പ്രവേശിച്ച കൈടഭാരിയായ ഭഗവാൻ നിന്റെ എല്ലാ അജ്ഞാനത്തെയും നശിപ്പിച്ച് നിന്റെ ശരീരാഭിമാനത്തെ കളഞ്ഞ് സംസാരബന്ധത്തിൽ നിന്നെ മോചിപ്പിക്കാൻ വേണ്ടി ഈ സംസാരത്തിൽ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് കപിലന്റെ സ്വരൂപം എന്ന് നേരത്തെ തന്നെ കർദമനെ ബോധ്യപ്പെടുത്തി. കർദമന്റെ ആജ്ഞയായ ദേവഹൂതിയോടും അത് ബോധ്യപ്പെടുത്തി. ജ്ഞാനവിജ്ഞാനയോഗേന കർമ്മണാമുദ്ധരൻ ജഡാഹം ഹിരണ്യകേശ പത്മാക്ഷപത്മം ദ്രാപദംബുജാം ഏഷമാനവിദേഗർഭം പ്രവിഷ്ടക്കൈഡഭർദനാം അവിദ്യാ സംശയഗ്രന്ഥിം ഛിത്വാ ഗാം വിചരിഷ്യതി. ജ്ഞാനവിജ്ഞാനയോഗേന കർമ്മണാം ജഡാഹ ഉദ്ധരൻ ഹിരണ്യകേശഃ പത്മാക്ഷഃ പത്മമുദ്രാപദംബുജഃ ഏഷഃ കൈഡഭർദനഃ മാനവീ തേ ഗർഭം പ്രവിഷ്ടഃ അവിദ്യാ സംശയഗ്രന്ഥിം ഛിത്വാ ഗാം വിചരിഷ്യതി. ജ്ഞാനവിജ്ഞാനയോഗേന കർമ്മണാമുദ്ധരൻ ജഡാ ഹിരണ്യകേശ പത്മാക്ഷപത്മമുദ്രാപദംബുജാം ഏഷമാനവിദേഗർഭം പ്രവിഷ്ടക്കൈഡഭർദനാം അവിദ്യാ സംശയഗ്രന്ഥിം ഛിത്വാ ഗാം വിചരിഷ്യതി. ജ്ഞാനവിജ്ഞാനയോഗേന കർമ്മണാമുദ്ധരൻ ജഡാ ഹിരണ്യകേശ പത്മാക്ഷപത്മമുദ്രാപദംബുജാം ഏഷമാനവിദേഗർഭം പ്രവിഷ്ടക്കൈഡഭർദനാം അവിദ്യാ സംശയഗ്രന്ഥിം ഛിത്വാ ഗാം വിചരിഷ്യതി. ഗാം ച ഭൂമിയിൽ വിചരിഷ്യതി സഞ്ചരിക്കും. അയം സിദ്ധഗണാധീശ സാംഖ്യാചാര്യേഷു സംവദാം ലോകേ കപില ഇത്യാഖ്യാം ഗന്ധാതേ കീർത്തിവർദ്ധനാം. അയം സിദ്ധഗണാധീശ, ഇവൻ ഈ കപിലൻ സിദ്ധഗണാധീശന്, സിദ്ധഗണങ്ങളുടെ നിയന്താവാണ്. ഈ പ്രപഞ്ചത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സമസ്തമായിട്ട് വരും. സിദ്ധ ഗണാധീശ, ഗണം കൂട്ടമാണ്, ശാസ്ത്ര സമൂഹങ്ങളാണ്. സാംഖ്യാചാര്യൈഹി സുസമ്മതഃ, സാംഖ്യാചാര്യന്മാരാൽ സമ്മതിക്കപ്പെട്ടതാണ്. സുസമ്മതഃ, നന്നായി സമ്മതിച്ചതാണ്, അവർ അനുവദിച്ചതാണ്. ലോകേ കപില ഇതി അഖ്യാം, ലോകത്തിൽ കപിലൻ എന്ന പേരോടെ ഗന്ധാ ഭവിക്കും. തേ കീർത്തിവർദ്ധന, നിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനായിട്ട്. ഈ കപിലൻ എന്ന പേരിലാണ് ഇദ്ദേഹത്തെ ആരാധിക്കുന്നത്. പ്രകൃതി പുരുഷ തത്വങ്ങളെ വേർതിരിച്ച് ഉപദേശിക്കലാണ് ഇതിന്റെ ലക്ഷ്യം. യോഗശാസ്ത്രത്തെയും അതേപോലെ പരമഗുരുവായ ഈശ്വരനെ കീർത്തിപ്പിക്കുന്ന ഒരു ഫൽപുത്രനായി തന്നെ ഇവൻ ഭവിക്കും എന്ന് ഒരു അനുഗ്രഹവും ഇവർക്ക് കൊടുക്കുന്നു. അയം സിദ്ധഗണാധീശ സാംഖ്യാചാര്യേഷു സമ്മതാം ലോകേ കപില ഇത്യാഖ്യാം ഗന്ധാതേ കീർത്തിവർദ്ധനാം. അയം ലോകേ കപില ഇതി ആഖ്യാം ഗന്ധാ സിദ്ധഗണാധീശഃ സാംഖ്യാചാര്യൈഹി സുസമ്മതഃ തേ കീർത്തിവർദ്ധനഃ ച. അയം സിദ്ധഗണാധീശ സാംഖ്യാചാര്യേഷു സമ്മതാം ലോകേ കപില ഇത്യാഖ്യാം ഗന്ധാതേ കീർത്തിവർദ്ധനാം. അയം സിദ്ധഗണാധീശ സാംഖ്യാചാര്യേഷു സമ്മതാം ലോകേ കപില ഇത്യാഖ്യാം ഗന്ധാതേ കീർത്തിവർദ്ധനാം. എന്നിങ്ങനെ ബ്രഹ്മാവ് ഇവരെയൊക്കെ അനുഗ്രഹിച്ചു. പുത്രന്മാരെ വിവാഹം കഴിച്ചു കൊടുക്കാനൊക്കെ നിർദ്ദേശിച്ചു. എന്നിട്ട് ബ്രഹ്മാവ് പോയപ്പോൾ മൈത്രേയ ഉവാച,
താവാശ്വാസ്യ ജഗത്സൃഷ്ടാ കുമാരീ ഫഹനാരദ ഹംസോ ഹംസേന യാനേന ത്രിധാമം പരമം യയോ. തൗ ആശ്വാസ്യ, താവാശ്വാസ്യ, തൗ അവരെ രണ്ടുപേരെയും ആശ്വാസ്യ ആശ്വസിപ്പിച്ചു. സന്ധി വരുമ്പോൾ താവാശ്വാസ്യ, തൗ ആശ്വാസ്യ താവാശ്വാസ്യ, അവർ രണ്ടുപേരെയും കർദമനെയും എന്താണ് പത്നിയായ ദേവഹൂതിയെയും ആശ്വസിപ്പിച്ചിട്ട് ജഗത് സൃഷ്ട, ജഗത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മദേവൻ കുമാരൈ കുമാരന്മാരോടും സഹ നാരദ, നാരദനോടൊപ്പം, കുമാരന്മാർ സനകാദികളാണ്, സനകാദികളായ കുമാരന്മാരോടും നാരദനോടും ഒപ്പം ഹംസനായ പരമഹംസനായ സാക്ഷാൽ ബ്രഹ്മദേവൻ ഹംസേന യാനേന, ഹംസമെന്ന വാഹനത്തിലൂടെ ത്രിധാമ പരമം ഏയവും, ഏറ്റവും പരമമായ സ്വർഗത്തിലേക്ക് എത്തി സ്വന്തം ഇരിപ്പിടത്തിലേക്ക് സത്യലോകത്തിലേക്ക് യാത്രയായി. താവാശ്വസ്യ ജഗത് സൃഷ്ടാ കുമാരീ സഹ നാരദ ഹംസോ ഹംസേന യാനേന ത്രിധാമ പരമം യയൗ. തൗ ആശ്വാസ്യ ജഗത് സൃഷ്ടാ ഹംസഃ കുമാരൈഃ സഹ നാരദഃ ഹംസയാനേന പരമം ത്രിധാമ യയൗ. താവാശ്വാസ്യ ജഗത് സൃഷ്ടാ കുമാരൈഃ സഹ നാരദ ഹംസോ ഹംസേന യാനേന ത്രിധാമ പരമം യയൗ. താവാശ്വാസ്യ ജഗത് സൃഷ്ടാ കുമാരൈഃ സഹ നാരദ ഹംസോ ഹംസേന യാനേന ത്രിധാമ പരമം യയൗ. ഗതേ ശതധൃതൗ ക്ഷത്താം കർദമസ്തേന ചോദിതാം യഥോചിതം സ്വദുഹിതൃഃ പ്രാദാദ് വിശ്വസൃജം ദദാം. ഗതേ ശതധൃതൗ, ശതധൃതി ബ്രഹ്മാവ്, ബ്രഹ്മാവ് ഗതേ പോയപ്പോൾ, ശതധൃതി എന്ന വാക്കിന്റെ അർത്ഥം ബ്രഹ്മാവ് എന്നാണ്, അതിന്റെ സപ്തമിയാണ് ശതധൃതൗ ഗതേ സതി, ബ്രഹ്മാവ് പോയപ്പോൾ ക്ഷത്തഃ, ഹേ വിദുര, കർദമഃ തേന ചോദിതഃ, കർദമൻ ആ ബ്രഹ്മാവിനാൽ പ്രചോദിതനായിട്ട് യഥോചിതം ഉചിതമനുസരിച്ച് സ്വദിഹിതൃഃ സ്വന്തം പെൺമക്കളെ പ്രാദാത് വിശ്വസൃജാം തതഃ വിശ്വസൃഷ്ടികൾക്കായ ഈ ഋഷിവര്യന്മാർക്കായിക്കൊണ്ട് പ്രാദാത് കൊടുത്തു. 9 മുനിമാർക്കായിക്കൊണ്ട് സ്വന്തം പുത്രിമാരായ 9 പേരുടെയും അവരുടെ സ്വഭാവത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച് ഓരോ മഹർഷിമാർക്കായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. യതേ ശതധൃതൗ ക്ഷത്തകർദമസ്തേന ചോദിതാം യഥോചിതം സ്വദുഹിതൃഃ പ്രാദാത് വിശ്വസൃജം ദദാം. യതേ ശതധൃതൗ ക്ഷത്തകർദമസ്തേന ചോദിതാം യഥോചിതം സ്വദുഹിതൃഃ പ്രാദാത് വിശ്വസൃജം ദദാം. മരീചേ കലാം പ്രാദാത് അനസൂയാമധാത്രേ ശ്രദ്ധാമംഗിരസേ യച്ഛത് പുരസ്ത്യായ ഹവിർഭുജം വലഹായ ഗതിം യുക്തം കൃതവേ ചക്രിയാം സതിം ഖ്യാതും ച ഭൃഗവേ യച്ഛത് വസിഷ്ഠായപ്യരുന്ധതീം അഥർവേണാദാച്ഛാന്തിം യയാ യജ്ഞോ വിദന്യതേ വിപ്രശഭാൻ കൃതോദ്വാഹാൻ സദാരം സമലാളയത്. ആർക്കൊക്കെ ആരെയൊക്കെ കൊടുത്തു എന്ന് ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ആശയങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. മരീചേ കലാം, മരീചിക്ക് കലയെ കൊടുത്തു. അത് ഈ 9 പുത്രിമാരിൽ അടുക്കനുസരിച്ചുള്ള ഓരോരുത്തരുടെ പേരാണ്. ആദ്യത്തെ മകളുടെ പേര് കല എന്ന്, കലയെ മരീചി കൊടുത്തു. അനഫൂയാം അഥാ അനഫൂയെ അത്രയെ അത്രിക്ക് കൊടുത്തു. രണ്ടാമത്തെ മകളുടെ പേര് അനഫൂയ, അനഫൂയെ അത്രിക്ക്. കലാം പ്രാദാത് കൊടുത്തു. അനഫൂയാം അഥ അത്രയെ, അഥ അനന്തരം അനഫൂയാം അത്രയെ, അനഫൂയെ അത്രയ്ക്ക് കൊടുത്തു. ശ്രദ്ധാം അങ്കിരഫെ അയച്ചത്, മൂന്നാമത്തെ മകളായ ശ്രദ്ധയെ അങ്കിരഫനായിക്കൊണ്ട് അയച്ചത് കൊടുത്തു.
പുലസ്ത്യായ ഹവിർഭുജം, നാലാമത്തെ പുത്രിയായ ഹവിർഭൂവിനെ പുലസ്ത്യന് കൊടുത്തു. പുലഹായ ഗതിം യുക്താം, അനുരൂപിയായ ഗതിയെ, ഗതി എന്നുള്ളത് അടുത്ത മകളുടെ പേരാണ്. യുക്താം ഗതിം, ആ അനുയോജ്യയായ മകളെ ഗതിയെ പുലഹായ, പുലഹന് കൊടുത്തു. കൃതവേചക്രിയാം സതിൻ, പാതിവൃത്യം അനുഷ്ഠിച്ചു പോന്നിരുന്ന സച്ചരിത്രമുള്ളവളായ ക്രിയയെ ക്രതുവിന് കൊടുത്തു. അപ്പൊ ക്രിയ എന്നുള്ള മകളുടെ പേര്, ക്രതു ഋഷിയുടെ പേര്, അതിന്റെ ചതുർത്ഥി ക്രതവേ എന്ന് വന്നാണ്. ഖ്യാതിം ച ഭൃഗവേ വഫിഷ്ടായ പെരുന്ധതിം, ഖ്യാതിയെ ഭൃഗുവിന് കൊടുത്തു. വഫിഷ്ടായാപി അരുന്ധതിയും, അരുന്ധതിയെ വഫിഷ്ഠനും കൊടുത്തു. ക്ലാസ്സിലെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഖ്യാതിം ച ഭൃഗവേ അയച്ഛത് കൊടുത്തു. വഫിഷ്ടായ അപി അരുന്ധതിയും, അരുന്ധതിയെ വഫിഷ്ഠനും കൊടുത്തു. അഥർവേണ അതാത് ശാന്തി, ശാന്തിയെ അഥർവന് കൊടുത്തു. യയാ യജ്ഞോ വിതന്യതേ, അവളെ കൊണ്ടാണ് അഥർവൻ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപ്രശ്വഭാൻ കൃതോദ്വാഹാൻ സദാരാൻ സമലാളയത്, അങ്ങനെ വിവാഹം കഴിഞ്ഞ വിപ്രശ്രേഷ്ഠന്മാരായ അവരെയും സ്വപ്നിമാരായ പത്നിമാരെയും യഥോചിതമായ ദാനാദികളും മധുരവാക്കും കൊണ്ട് സന്തോഷിപ്പിച്ചു. സമരാളയത്. മരീചയെ കലാം പ്രാദാത് അനസൂയാമധാത്രേ, ശ്രദ്ധാംഗിരഫേച്ഛത്പുലസ്ത്യായ ഹവിർഭുജം, പുലഹായ ഗതിം യുക്തം കൃതവേചക്രിയാം സതിൻ, ഖ്യാതിം ച ഭൃഗവേച്ഛത് വഫിഷ്ടായപ്യരുന്ധതീം, അഥർവേണ അദാച്ഛാന്തിം യയാ യജ്ഞോ വിതന്യതേ, വിപ്രഷഭാൻ കൃതോദ്വാഹാൻ സദാരാൻ സമലാളയത്. മരീചയെ കലാം പ്രാദാത് അഥ അനസൂയാം ആത്രയെ, ശ്രദ്ധാം അംഗിരഫേ അയച്ഛത്, ഗതിം പുലഹായ യുക്താം സതിം ക്രിയാം കൃതവേ, ഖ്യാതിം ഭൃഗവേ അയച്ഛ അരുന്ധതിം വഫിഷ്ടായ അപി ശാന്തിം അഥർവേണ അദാത് യയാം യജ്ഞഃ വിതന്യതേ, കൃതോദ്വാഹാൻ പദാരാൻ വിപ്രഷഭാൻ സമലാളയത്. മരീചയെ കലാം പ്രാദാത് അനസൂയാമധാത്രേ, ശ്രദ്ധാമംഗിരഫേച്ഛത് പുലസ്ത്യായ ഹവിർഭുജം, പുലഹായ ഗതിം യുക്താം കൃതവേചക്രിയാം സതിം, ഖ്യാതിം ച ഭൃഗവേച്ഛത് വഫിഷ്ടായപ്യരുന്ധതീം, അഥർവേണ അദാച്ഛാന്തിം യയാ യജ്ഞോ വിതന്യതേ, വിപ്രഷഭാൻ കൃതോദ്വാഹാൻ സദാരാൻ സമലാളയത്. മരീചയെ കലാം പ്രാദാത് അനസൂയാമധാത്രേ, ശ്രദ്ധാമംഗിരഫേച്ഛത് പുലസ്ത്യായ ഹവിർഭുജം, പുലഹായ ഗതിം യുക്തം കൃതവേചക്രിയാം സതിം, ഖ്യാതിം ച ഭൃഗവേച്ഛത് വഫിഷ്ടായപ്യരുന്ധതീം, അഥർവേണ അദാച്ഛാന്തിം യയാ യജ്ഞോ വിതന്യതേ, വിപ്രഷഭാൻ കൃതോദ്വാഹാൻ സദാരാൻ സമലാളയത്. തതസ്ത ഋഷയക്ഷത്തകൃതധാരാ നിമന്ത്രിതം, പ്രാദിഷ്ടം നന്ദിമാപന്നാഹ സ്വം സ്വം ആശ്രമമണ്ഡലം. തതഃ അനന്തരം തേ ഋഷയഃ, ആ ഋഷിമാർ, ക്ഷത്തഃ സംബോധനയാണ്, ഈ വിദുര, കൃതധാരാഹ ഭാര്യമാരെ സ്വീകരിച്ചുകൊണ്ട്, തം നിമന്ത്രിയ അവനോട് അനുവാദം ചോദിച്ചു, യാത്ര ചോദിച്ചു. നിമന്ത്രിയ എന്ന് വെച്ചാൽ യാത്ര ചോദിക്കാന്നാണ് അർത്ഥം. തം നിമന്ത്രിയ, ആ കർദമനോട് യാത്ര ചോദിച്ചിട്ട് പത്നിമാരോടൊപ്പം പ്രാതിഷ്ഠത് പുറപ്പെട്ടു, യാത്രയായി. നന്ദി ആപന്നാഹ, സന്തോഷത്തെ പ്രാപിച്ചവരായിട്ട്. നന്ദി ആനന്ദിയാണ്, ആനന്ദമാണ്, സന്തോഷമാണ്, കൃതജ്ഞതയല്ല. നന്ദി ആപന്നാഹ, സന്തോഷത്തെ പ്രാപിച്ചവരായ അവർ
സ്വം സ്വം ആശ്രമമണ്ഡലം പ്രാതിഷ്ഠത്. അവരവരുടെ ആശ്രമമണ്ഡലത്തിലേക്ക് പോയി. 9 ഋഷിമാർക്കും 9 ആശ്രമങ്ങളാണ്. 9 പത്നിമാരെയും കൊണ്ട് 9 ആശ്രമങ്ങളിലേക്ക് അവരെല്ലാം സന്തോഷത്തോടെ യാത്രയായി. തതസ്ഥ ഋഷയക്ഷത്തകൃതധാരാനിമന്ത്രിതം പ്രാതിഷ്ഠം നന്ദിവാപന്ന സ്വം സ്വം ആശ്രമമണ്ഡലം. തതഃ കൃതധാരാः തേ ഋഷയः തം നിമന്ത്ര്യ നന്ദിം ആപന്നാः സ്വം സ്വം ആശ്രമമണ്ഡലം പ്രാതിഷ്ഠത്. തതസ്ഥ ഋഷയക്ഷത്തകൃതധാരാനിമന്ത്രിതം പ്രാതിഷ്ഠം നന്ദിവാപന്നാः സ്വം സ്വമാശ്രമമണ്ഡലം. തതസ്ഥ ഋഷയക്ഷത്തകൃതധാരാനിമന്ത്രിതം പ്രാതിഷ്ഠം നന്ദിമാപന്നാः സ്വം സ്വമാശ്രമമണ്ഡലം. സചാവതീർണം ത്രിയുഗമാജ്ഞായ വിബുധർഷഭം വിവിക്ത ഉപസംഗമ്യ പ്രണമ്യ സമഭാഷതാം. സച അവതീർണം, അവൻ ആകട്ടെ അവതരിച്ച, ത്രിയുഗം ആജ്ഞായ, 3 യുഗത്തിലും അവതരിക്കുന്നതായി അറിഞ്ഞിട്ട്, ആജ്ഞായ വിബുധർഷഭം ദേവശ്രേഷ്ഠനെ, 3 യുഗത്തിലും അവതരിക്കുന്ന ദേവശ്രേഷ്ഠനെ അറിഞ്ഞിട്ട്, വിവിക്ത ഉപസംഗമ്യ ഏകാന്തതയിൽ എത്തിയിട്ട്, പ്രണമ്യ നമസ്കരിച്ചിട്ട്, സമഭാഷത സംഭാഷണം ചെയ്തു. കർദമമുനി ദേവദേവനായ സാക്ഷാൽ ഭഗവാൻ 3 യുഗത്തിലും സ്വയം അവതരിച്ച് ലോകത്തെ രക്ഷിക്കുന്നവനായ ആ ഭഗവാൻ സ്വന്തം പുത്രനായി അവതരിച്ചതായി അറിഞ്ഞ് കണ്ടിട്ട്, മറ്റാരുമില്ലാത്ത ഒരു ഏകാന്തമായ സമയത്ത് അവന്റെ അടുക്കൽ എത്തിയിട്ട് നമസ്കരിച്ച് വിനയത്തോടെ ഇങ്ങനെ സംഭാഷണം ചെയ്തു. ഇപ്പോൾ സ്വന്തം മകനായിട്ടല്ല കണ്ടിരിക്കുന്നത്, സാക്ഷാൽ ഭഗവാനായിട്ട് തന്നെയാണ് കപിലനെ കണ്ടത്. അതുകൊണ്ടാണ് പിതാവ് ആ കപിലന്റെ മുമ്പിൽ, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ കാരണം. സചാവതീർണം ത്രിയുഗമാജ്ഞായ വിബുധർഷഭം വിവിക്ത ഉപസംഗമ്യ പ്രണമ്യ സമഭാഷതാം. സച ത്രിയുഗം വിബുധർഷഭം അവതീർണം ആജ്ഞായ വിവിക്തേ ഉപസംഗമ്യ പ്രണമ്യ സമഭാഷത. സചാവതീർണം ത്രിയുഗമാജ്ഞായ വിബുധർഷഭം വിവിക്ത ഉപസംഗമ്യ പ്രണമ്യ സമഭാഷതാം. സചാവതീർണം ത്രിയുഗമാജ്ഞായ വിബുധർഷഭം വിവിക്ത ഉപസംഗമ്യ പ്രണമ്യ സമഭാഷതാം. അഹോ പാപച്യമാനാനാം നിരേ സ്വൈരമംഗളൈ കാലേന ഭൂയസാ നൂനം പ്രസീദന്തീഹ ദേവതാഹം. അഹോ പാപച്യമാനാനാം, വീണ്ടും വീണ്ടും പതിച്ചുകൊണ്ടിരിക്കുന്നതാണ് പാപച്യമാനഃ. വീണ്ടും വീണ്ടും ദഹിച്ചുകൊണ്ടേയിരിക്കുക. പചിക്കുക എന്ന് വെച്ചാൽ ദഹിക്കുക, ദഹിപ്പിക്കുക. ആഹാരം പാചകം ചെയ്ത് ദഹിപ്പിക്കലാണ്. കഴിക്കുന്ന ഭക്ഷണം പാകമാകുന്നത് ദഹിപ്പിക്കലാണ്. പാപച്യമാനാനാം, ഏറ്റവും അധികം ദഹിക്കപ്പെടുന്നവരെ കുറിച്ചും, നിരയെ നരകത്തിൽ പാപച്യമാനാനാം, നരകത്തിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും, സ്വൈഹി അമംഗളൈഹി, സുഹൃതങ്ങളായ പാപങ്ങളാൽ, സ്വൈഹി അമംഗളൈഹി കൂടി ചെയ്യുമ്പോൾ സ്വൈരമംഗളൈഹി എന്ന്, സ്വൈരമംഗളൈഹി എന്നാവരുത്. സ്വൈഹി എന്ന് വിസർഗം വരും, പിന്നെ രേഖമില്ല, പിന്നെ അമംഗളൈഹിന്. സ്വകീയമായ അമംഗളങ്ങളെ കൊണ്ട്, അമംഗളം പാപമാണ്, സ്വന്തമായ സ്വകീയമായ പാപങ്ങളെ കൊണ്ട് കൊണ്ട് നരകത്തിൽ വീണ്ടും വീണ്ടും ദഹിച്ച് കഷ്ടപ്പാടനുഭവിക്കുന്നവർക്ക് കഷ്ടം തന്നെ. കാലേന ഭൂയസാ നൂനം, കുറച്ചു കാലം, ഭൂയസാ കൂടുതൽ, കാലേന കാലം കൊണ്ട്, നൂനം നിശ്ചയമായിട്ടും, പ്രസീദന്തി ഇഹ ദേവതാഹ
ദേവതകൾ പ്രസാദിക്കുക തന്നെ ചെയ്യും. ഗർദമുനി പുത്രനായ ഭഗവാനോട് പറയുന്നതാണ്, അവരവരുടെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് നരകതുല്യമായ സംസാരത്തിൽ കിടന്ന് ദഹിക്കുന്നത്. ഓരോരുത്തരുടെയും കർമ്മദോഷങ്ങൾ നരകങ്ങളിലേക്ക് പറഞ്ഞയക്കും. ആ നരകത്തിൽ കിടന്ന് എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ച് ദഹിക്കുന്നത് അവരവരുടെ കർമ്മദോഷം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വളരെ കാലം ചെയ്യുന്ന ഈശ്വരാരാധനയുടെ ഫലമായിട്ട് ഈ ലോകത്തിൽ ദേവതകൾ അവരെക്കുറിച്ച് പ്രസാദിക്കുക തന്നെ ചെയ്യുന്നർത്ഥം. എന്നും നരകത്തിൽ കിടക്കേണ്ടവരില്ല. നരകത്തിൽ നിന്നും കരകയറുവാൻ നിരന്തരമായി ഈശ്വര ഭജന ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ നിന്നും കരകയറ്റി അക്കരയായ സ്വർഗലോകത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദേവതകൾ പ്രസാദിക്കുക തന്നെ ചെയ്യും. അഹോ പാപച്യമാനാനാം നിരയേ ഫൈരമംഗളൈ കാലേന ഭൂയഫാനൂനം പ്രസീദന്തീഹ ദേവതാഹം. ഫൈഹി അമംഗളൈഹി നിരേ പാപച്യമാനാനാം ഭൂയഫാ കാലേന ദേവതാഹ പ്രസീദന്തി. അഹോ അഹോ പാപച്യമാനാനാം നിരേ ഫൈരമംഗളൈ കാലേന ഭൂയഫാനൂനം പ്രസീദന്തീഹ ദേവതാ. അഹോ പാപച്യമാനാനാം നിരേ ഫൈരമംഗളൈ കാലേന ഭൂയഫാനൂനം പ്രസീദന്തീഹ ദേവതാഹം. ബഹുജന്മ വിവക്വേന സമ്യഗ് യോഗസമാധിന ദ്രഷ്ടും യതന്തേ യതയ ശൂന്യാകാരേഷു യത്പദം. ഫയേവ ഭഗവാനദ്യഹേളനം നഗനയ്യ ന ഗൃഹേഷു ജാതോ ഗ്രാമ്യാണാം യഫ്വാനം പക്ഷപോഷണം. ബഹുജന്മ വിപക്വേന പല പല ജന്മങ്ങളിൽ അനുഷ്ഠിച്ചു പാകമായത്. വിപക്വം പാകപ്പെട്ടത്. പല പല ജന്മങ്ങളിൽ അനുഷ്ഠിച്ച് പാകം വന്നതായ സമ്യക് യോഗസമാധിന ഏറ്റവും സാധുവായ യോഗത്തോടുകൂടിയ സമാധി കൊണ്ട് ദ്രഷ്ടും യതന്തേ യതയഃ. യതയഃ ഋഷിമാർ. യതിയുടെ ബഹുവചനമാണ്. യതയഃ ഋഷിമാർ ദ്രഷ്ടും കാണുന്നതിനു വേണ്ടി യതന്തേ യത്നിക്കുന്നു. ജന്മജന്മാന്തരങ്ങൾ അനുഷ്ഠിച്ച് പാകപ്പെട്ട യോഗ സമാധികളോടുകൂടി എത്രയോ മഹായോഗികൾ ശൂന്യാകാരേഷു ഏകാന്ത സ്ഥലത്തിരുന്ന് യത് പദം ദൃഷ്ടും യതന്തേ യാതൊരു പദം കാണാൻ വേണ്ടി യത്നിക്കുന്നുവോ ഫയേവ ഭഗവാനദ്യ ആ ഭഗവാൻ ഇന്ന് ഹേളനം നഗണയ്യനാം. ആ ഭഗവാൻ ഇന്ന് ഞങ്ങളുടെ ഹേളന നിസ്സാരതയെ നഗണയ്യ ഗണിക്കാതെ. ഹേളനം അവഹേളനം ചെയ്യുക, നിസ്സാരവൽക്കരിക്കുക, വേണം നിന്ദിക്കുക എന്ന് അവ ചേർത്താ പറയാം. അല്ലെങ്കിൽ ഹേളനം മാത്രമേ. നഗണയ്യ ഗണിക്കാതെ ആ ഭഗവാൻ തന്നെ ഇന്ന് ഈ നിസ്സാരതയെ ഗണിക്കാതെ ഞങ്ങളുടെ ഗൃഹേഷു ജാത വീട്ടിൽ വന്ന് ജനിച്ചിരിക്കുന്നു. അതിലാണ് അത്ഭുതം. മഹർഷിമാരൊക്കെ ജന്മജന്മാന്തരങ്ങളായി തപസ് ചെയ്ത് ഈ ഭഗവത് സ്വരൂപത്തെ ഒരു നിമിഷം തങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കാണാൻ സാക്ഷാത്കരിക്കാൻ വേണ്ടി ജന്മാന്തരങ്ങൾ തപസ് ചെയ്യുന്ന ഋഷിമാരാണ്. അവർക്ക് ഉള്ളിൽ പോലും വല്ലപ്പോഴേ കണ്ടുകിട്ടു. അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാൻ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവതരിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഗൃഹത്തിൽ വന്ന് ഇവിടെ അവതരിച്ചിരിക്കുന്നു. ഫയേവ ഭഗവാൻ അദ്യ ഹേളനം നഗണയ്യനാണ്. ഞങ്ങൾ എത്രയോ നിസ്സാരന്മാരാണ്. അതിനേക്കാൾ യോഗസമാധി ചെയ്ത എത്രയോ ആൾക്കാരുണ്ട്. അവിടെയൊന്നും അല്ല. ഈ നിസ്സാരപ്പെട്ട ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അങ്ങ് അവതരിച്ചിരിക്കുന്നുവല്ലോ.
ഗൃഹേഷു ജാതോ ഗ്രാമ്യാണാം യസ്വാനാം പക്ഷപോഷണം. അങ്ങ് സ്വകീയന്മാരുടെ പക്ഷത്തെ പോഷിപ്പിക്കുന്നവരാണ്. സ്വപക്ഷപോഷണ, അവരവരുടേതായ പക്ഷത്തെ പരിപോഷിപ്പിക്കുന്നവനാണ്. സ്വന്തം ഭക്തന്മാരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നവനാണ്. അതാണ് പക്ഷം. ഇന്നത്തെ രാഷ്ട്രീയ പക്ഷമല്ല. അവരവരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട്, ഭക്തിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ, കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനായ ആ സാക്ഷാൽ ഭഗവാൻ ഇതാ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വന്ന് അവതരിച്ചിരിക്കുന്നു. എന്തൊരു മഹാഭാഗ്യം! ബഹുജന്മ വിവക്വേന സമ്യക് യോഗ സമാധിന ദ്രഷ്ടും യതന്തേ യതയ ശൂന്യാകാരേഷു യത് പദം സയേവ ഭഗവാനദ്യ ഹേളനം നഗണയ്യനാം ഗൃഹേഷു ജാതോ ഗ്രാമ്യാണാം യസ്വാനം പക്ഷപോഷണം. ബഹുജന്മ വിപക്വേന സമ്യക് യോഗ സമാധിന യതയഃ ശൂന്യാകാരേഷു യത് പദം ദ്രഷ്ടും യതന്തേ സ ഭഗവാനേവ ഗ്രാമ്യാണാം നഃ ഹേളനം നഗണയ്യ അദ്യ ഗൃഹേഷു ജാതഃ യഃ സ്വാനാം പക്ഷപോഷണം. ബഹുജന്മ വിഭക്വേന സമ്യക് യോഗ സമാധിന ദ്രഷ്ടും യതന്തേ യതയ ശൂന്യാകാരേഷു യത് പദം സയേവ ഭഗവാനദ്യ ഹേളനം നഗണയ്യന ഗൃഹേഷു ജാതോ ഗ്രാമ്യാണാം യസ്വാനം പക്ഷപോഷണം. ബഹുജന്മ വിഭക്വേന സമ്യക് യോഗ സമാധിന ദ്രഷ്ടും യതന്തേ യതയ ശൂന്യാകാരേഷു യത് പദം സയേവ ഭഗവാനദ്യ ഹേളനം നഗണയ്യനാം ഗൃഹേഷു ജാതോ ഗ്രാമ്യാണാം യസ്വാനം പക്ഷപോഷണം. സ്വീയം വാക്യമൃതം കർത്തും അവതീർണോऽസി മേ ഗൃഹേ ചികീർഷുർഭഗവാൻ ജ്ഞാനം താനം മാനവർദ്ധനാം. സ്വീയം വാക്യം, സ്വന്തം വാക്യത്തെ ഋതം കർത്തും, വാക്യം ഋതം കുടിച്ചിരുമ്പോൾ വാക്യമൃതം എന്നാകുകയാണ്. അത് മൃതം എന്നല്ല, വാക്യം ഋതം എന്ന് രണ്ട് പദമാണ്. സ്വീയം വാക്യം ഋതം കർത്തും, സ്വന്തം വാക്യത്തെ അനുഭവിക്കുന്ന സത്യമാക്കി തീർക്കാൻ. ഋതം എന്ന് വെച്ചാൽ അനുഭവിക്കുന്ന സത്യം എന്നാണ്. സ്വന്തം വാക്യത്തെ അനുഭവ സത്യമാക്കി മാറ്റുന്നതിന് അവതീർണോऽസി മേ ഗൃഹേ, ഹേ ഭഗവൻ അങ്ങ് അവതരിച്ചിരിക്കുന്നുവല്ലോ. മേ ഗൃഹേ, എന്റെ വീട്ടിൽ അവതരിച്ചിരിക്കുന്നുവല്ലോ. എന്തിനാണ്? ഞാൻ നിന്റെ പുത്രനായി ജനിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞ വാക്കിന് സത്യമാക്കി മാറ്റണ്ടേ? ഞാനത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നിന്റെ വീട്ടിലെങ്കിലും വന്ന് അവതരിക്കില്ല എന്നൊന്നുമില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്, വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. നിന്റെ ഗൃഹത്തിൽ ഞാൻ അവതരിക്കും എന്ന് കദമ്മനോട് പറഞ്ഞത് ഇതാ ഇപ്പോൾ പൂർണ്ണമാക്കിയിരിക്കുന്നു. അങ്ങനെ സ്വീയം വാക്യം സത്യം കർത്തും, ഭഗവാന്റെ സ്വന്തം വാക്കുകളെ സത്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് എന്റെ ഗൃഹത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. ചികീർഷുഹു ഭഗവാൻ ജ്ഞാനം, ഭക്താനാം ജ്ഞാനം ചികീർഷുഹു, ഭക്തന്മാർക്ക് ജ്ഞാനത്തെ ചികീർഷുഹു ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. കർത്തുമിച്ഛു ചികീർഷുഹു, ഭക്തന്മാർക്ക് ജ്ഞാനത്തെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായ അങ്ങ് മാനവർദ്ധനാം, മാനത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് അങ്ങ്. ഭക്തന്മാരായ എല്ലാ ജനങ്ങൾക്കും സമ്മാനം നൽകി ലോകത്തിൽ ആത്മജ്ഞാനത്തിന്റെ ഉപകരണമായിരിക്കുന്ന സാംഖ്യശാസ്ത്രത്തെ വെളിപ്പെടുത്താനായിട്ട് ജ്ഞാനസ്വരൂപനായ അങ്ങിപ്പോൾ അവതരിച്ചിരിക്കുന്നല്ലോ. സ്വീയം വാക്യമൃതം കർത്തും അവതീർണോऽസി മേ ഗൃഹേ ചികീർഷുർഭഗവാൻ ജ്ഞാനം ഭക്താനാം മാനവർദ്ധനാം. സ്വീയം വാക്യം ഋതം കർത്തും മേ ഗൃഹേ അവതീർണഃ അസി ഭക്താനാം മാനവർദ്ധനഃ. ഭഗവാൻ ജ്ഞാനം ചികീർഷു. സ്വീയം വാക്യമൃതം കർത്തും അവതീർണോऽസി മേ ഗൃഹേ
ചികീർഷുർഭഗവാൻ ജ്ഞാനം ഭക്താനാം മാനവർദ്ധനാം സ്വീയം വാക്യമൃതം കർത്തും അവതീർണോऽസി മേ ഗൃഹേ. ചികീർഷുർഭഗവാൻ ജ്ഞാനം ഭക്താനാം മാനവർദ്ധനാം താന്യേവ തേ ഭിന്നരൂപാണി രൂപാണി ഭഗവത്സ്തവാം യാനി യാനി ചരോജന്തേ സ്വജനാനാം അരൂപിണാം. താനി ഏവ തേ അഭിരൂപാണി. അത് തന്നെയാണ് അങ്ങയുടെ അഭിരൂപം, യോഗ്യമായ രൂപങ്ങൾ അത് തന്നെയാണ്. താന്യേവതേ അഭിരൂപാണി രൂപാണി ഭഗവൻ സ്തവ. ഹേ ഭഗവൻ, അങ്ങയുടെ അഭിരൂപമായ രൂപം അത് തന്നെയാണ്. യാനി യാനി ച രോചന്തേ, യാതൊന്നാണോ ഇഷ്ടപ്പെടുന്നത്, രോചന്തേ യാനി യാനി ച രോചന്തേ സ്വജനാനാം അരൂപിണ. സ്വജനങ്ങൾ, ഭക്തൻ, സ്വന്തം ഭക്തന്മാർക്ക് യാതൊരു രൂപങ്ങളാണോ രോചിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ആ രൂപത്തെ തന്നെ സ്വീകരിച്ച് അരൂപിയായ അങ്ങ് ഭൂമിയിൽ അവതരിക്കട്ടെ. തൻ്റെ ഭക്തന്മാർ ഏത് രൂപം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേ രൂപത്തിൽ അവരുടെ മുമ്പിൽ അവതരിക്കുന്നവനാണ് അങ്ങ്. ഒരു രൂപവും ഇല്ലാത്തതുകൊണ്ട് ഏത് രൂപം വേണേൽ സ്വീകരിക്കാം. നമുക്കത് പറ്റില്ല. നമുക്കൊരു രൂപമുണ്ട്, ഇനി ഇത് മാറാൻ പറ്റില്ല. കുറേയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ കൃത്രിമതകൾ ചെയ്ത് ശ്രമിക്കും, പക്ഷെ മുഴുവനും മാറില്ല. ഇതേപോലെ അരൂപിയാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഏത് രൂപത്തെ വേണമെങ്കിൽ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ച് അവതരിക്കുക തന്നെ ചെയ്യും ആ ഭഗവാൻ. താന്യേവ തേഭിരൂപാണി രൂപാണി ഭഗവത്സ്തവാം യാനി യാനി ച രോചന്തേ സ്വജനാനാം അരൂപിണാം. സ്വജനാനാം യാനി യാനി രൂപാണി രോചന്തേ താനി ഏവ രൂപാണി അരൂപിണഃ തവ അഭിരൂപാണി. താന്യേവ തേഭിരൂപാണി രൂപാണി ഭഗവത്സ്തവാം യാനി യാനി ച രോചന്തേ സ്വജനാനാം അരൂപിണാം. താന്യേവ തേഭിരൂപാണി രൂപാണി ഭഗവത്സ്തവാം യാനി യാനി ച രോചന്തേ സ്വജനാനാം അരൂപിണാം. തം സൂരിഭിഃ തത്ത്വബുദ്ധ്യാർത്ഥാ സദാഭിവാദർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യേശോവബോധ വീരശ്രിയം പൂർത്തമഹം പ്രപദ്യേ. തം അവനെ. എങ്ങനെയുള്ളവരാണ്? സൂരിഭിഹി തത്വബുഭുത്സയാ. സൂരികളാൽ, പണ്ഡിതന്മാരാൽ തത്വമറിയാനുള്ള ആഗ്രഹം കൊണ്ട്, തത്വബുഭുത്സയാ തത്വമറിയുവാനുള്ള ആഗ്രഹം കൊണ്ട്, അദ്ധാ എല്ലായ്പ്പോഴും, സദാ അഭിവാദ അർഹണപാദപീഠം എല്ലായ്പ്പോഴും അഭിവാദ്യം ചെയ്യുവാൻ പാദമായ, അഭിവാദ്യത്തിന് അർഹതയുള്ള പാദപീഠത്തെ, എപ്പോഴും നമസ്കരിക്കുവാൻ കഴിയുന്ന പാദപീഠത്തെ ഐശ്വര്യ വൈരാഗ്യ യശോ അവബോധ വീര്യ ശ്രിയാം പൂർത്തം അഹം പ്രപദ്യേ. ഭഗവാന് ഞാൻ പ്രാപിക്കുന്നു. ഭഗവാൻ എന്നുള്ളതിന് വിശേഷം പറഞ്ഞാണ് 6 ഭഗങ്ങൾ കൂടിച്ചേരുന്നവനാണ് ഭഗവാൻ. ഒന്ന് ഐശ്വര്യം, വൈരാഗ്യം, യശസ്, അവബോധം അല്ലെങ്കിൽ ജ്ഞാനം, വീര്യം, ശ്രീ. ഈ 6 എണ്ണങ്ങളുടെ പൂർത്തീകരിച്ചവനായ ഭഗവാനെ അഹം പ്രപദ്യേ, ഞാനിതാ പ്രാപിക്കുന്നു എന്നിങ്ങനെ കർദമന്റെ സ്തുതി പൂർത്തീകരിക്കുകയാണ്. തം സൂരിഭിഃ തത്വബുഭുത്സയാർത്ഥാ സദാഭിവാദർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യേശോവബോധവീരശ്രിയാം ഉത്തമഹം പ്രപദ്യേ. സൂരിഭിഃ തത്വബുഭുത്സയാ സദാഭിഭാവാർഹണപാദപീഠം ഐശ്വര്യ വൈരാഗ്യ
യശോവബോധ വീരശ്രിയാം പൂർത്തം തം അഹം പ്രപദ്യേ തം ഭൂരിഭിസ്തത്വബുഭുത്സയാത്ഥാം സദാഭിവാദർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യേശോവബോധ വീരശ്രിയാം പൂർത്തമഹം പ്രപദ്യേ തം ഭൂരിഭി തത്വബുഭുത്സയാത്ഥാ സദാഭിവാദർഹണപാദപീഠം സദാഭിവാദർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യേശോപബോധവീരശ്രിയാം പൂർത്തമഹം പ്രപദ്യേ തം ഭൂരിഭിസ്തത്വബുഭുത്സയാത്ഥാ സദാഭിവാദർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യേശോപബോധ വീരശ്രിയാം പൂർത്തമഹം പ്രപദ്യേ പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം കൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ. പരം പരമനും പ്രധാനം പ്രകൃതി സ്വരൂപനും പുരുഷം മഹാന്തം മഹാത്മാവായ മഹത്വമേറിയവനായ പുരുഷനെയും കാലം കവിം ത്രിവൃതം ലോകപാലം കാലത്തെയും കാലസ്വരൂപിനെയും ത്രിവൃതം മൂന്നായി പിരിഞ്ഞ ഒന്നായിരുന്ന ഭഗവാൻ ഗുണങ്ങൾ കൊണ്ട് മൂന്നായി പിരിഞ്ഞ് ലോകപാലം ലോകത്തെ പാലിക്കുന്നവനായി ആത്മാനുഭൂത്യ അനുഗത പ്രപഞ്ചം ആത്മാനുഭൂതം കൊണ്ട് അനുഭൂതി കൊണ്ട് പ്രപഞ്ചത്തെ അനുസരിക്കുന്നവനും സ്വച്ഛന്ദ ശക്തിയും സ്വതന്ത്രമായ ശക്തി ഉള്ളവനുമായ കപിലം പ്രപദ്യേ. കപിലനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കുറേ വിശേഷങ്ങളാണ്, ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ കപിലന് കൊടുത്തിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പരനാണ്. കാരണം ഈ പ്രപഞ്ച ഘടകങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കത്തില്ല. അതിൻ്റെ അപ്പുറത്താണ്. പ്രപഞ്ച വിഭൂതികളൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അതുകൊണ്ട് പരനാണ്. പിന്നെ പ്രധാനനാണ്, പുരുഷനാണ്, മഹത്താണ്. ഇത് പ്രകൃതിയുടെ പരിണാമത്തോട് കൂടിച്ചേരുന്നവനായ ജീവാത്മസ്വരൂപനായ പുരുഷൻ, അതിൻ്റെ അപ്പുറത്തുള്ള പരമാത്മ ചൈതന്യ സ്വരൂപനായ പരംപുരുഷനും, അതുപോലെ മഹത്ത് എന്ന തത്വവും കാലം എന്ന തത്വവും സത്വാദി 3 ഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന തത്വവും ലോകപാലന്മാരോട് ചേർന്നിരിക്കുന്നവനും ആത്മാനുഭൂതി അനുഗത പ്രപഞ്ചം ലോകത്തിൻ്റെ ഒക്കെ നിമിത്ത കാരണവും ഉപാദാന കാരണവുമായ ഇന്ദ്രാദികളുടെ സ്വരൂപത്തോടെ ഇരിക്കുന്ന ലോകങ്ങളെ പാലിക്കുന്നവൻ. ലോകപാലന്മാരിലൊക്കെ ഭഗവാന്റെ ശക്തി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്കാർക്കും ഈ ലോകത്തെ രക്ഷിക്കാനാവില്ല. ലോകപാലന്മാർ ലോകത്തെ പാലിക്കുന്നവരായിട്ട് വെച്ചത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ ധർമ്മത്തിനും അധർമ്മത്തിനും അനുസരിച്ചുള്ള ഓരോരോ ഫലത്തെ എല്ലാ പ്രാണികൾക്കും നൽകുന്നത് കൊണ്ട് കവിയാണ്, സർവജ്ഞനാണ്. അതേപോലെ സങ്കല്പമാത്രം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും തന്നിലേക്ക് ലയിപ്പിക്കുന്ന സംഹാരമൂർത്തിയുമാണ്. ഇങ്ങനെ ഏതു ഭാവത്തെ സ്വീകരിച്ച് അവതരിക്കാൻ പറ്റുന്നവനും അചിന്ത്യ ശക്തികൾ അടങ്ങിയിരിക്കുന്നവനുമായ ആ കപിലമൂർത്തിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം ത്രിവൃതം കവിം ലോകപാലം ആത്മാനുഭൂത്യ അനുഗത പ്രപഞ്ചം
സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ ആസ്മാഭിവൃച്ഛേദ്യ പതിം പ്രജാനാം ത്വയാവതീർണാർണ ഉദാത്തകാമാം പരിവ്രജത് പദവീമാസ്ഥിതോഹം ചരിഷ്യേ ത്വാം ഹൃദയം വിശോകം. ആസ്മ അഭിപൃച്ഛേ അദ്യ. അഭിപൃച്ഛേ അനുവാദം ചോദിക്കാം. ആസ്മ അഭിപൃച്ഛേ എന്നും ഞാൻ അങ്ങയോട് അനുവാദം ചോദിച്ചിരിക്കുന്നു. ആ സ്മ അഭിപൃച്ഛേ, ആ ഒരു വാക്ക്, സ്മ ഒരു വാക്ക്, അഭിപൃച്ഛേ മറ്റൊരു വാക്ക്, അദ്യ വേറെ വാക്ക്. ആസ്മാഭിപൃച്ഛേദ്യ പതിം പ്രജാനാം, പ്രജകളുടെ പതിയോട്, പ്രജകളുടെ നാഥനായിരിക്കുന്ന അങ്ങയോട് ഞാൻ ഒരു കാര്യം എന്താണ് അഭിപൃച്ഛേ ചോദിക്കുന്നു. ത്വയാവതീർണാർണ ഉദാത്തകാമാം, അങ്ങയാൽ അവതീർണ അവതരിച്ച്, അർണഹ തീർക്കപ്പെട്ട, ഇർണം കടം, അവതീർണ ഇർണഹ അവതീർണാർണഹ, അവതീർണ ഇർണഹ കുടിച്ചേരുമ്പോൾ അവതീർണാർണ, തീർക്കപ്പെട്ട ഇണങ്ങളോട് കൂടിയവനായിട്ട്, ഉദാ ആപ്തകാമ അല്ലെങ്കിൽ സമ്പൂർണമായ കാമത്തോടു കൂടിയവനുമായ, അഹം ഞാൻ, പരിവ്രജ പദവിയും ആസ്ഥിത, പരിവ്രാജകന്റെ പദവിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ചരിഷ്യേ ത്വാം ഹൃദയുഞ്ജൻ വിശോക, അങ്ങയെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വിശോകനായിട്ട് ഞാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ അനുവാദം നൽകണം എന്ന് ഞാൻ ചോദിക്കും. പുത്രിമാരെ വിവാഹം കഴിച്ചു, പുത്രനുണ്ടായി, ഇനി എനിക്ക് സന്യസിക്കണം. ആ സന്യാസത്തിന് അനുവാദം നൽകണം. ആസ്മ അഭിപുക്ഷേ പതിം പ്രജാനാം, പ്രജകളുടെ പതിയായ അങ്ങയോട്, കപിലനോട് ഞാൻ അനുവാദം ചോദിക്കുന്നു. ത്വയാ അവതീർണ അർണ ഉദാപ്തകാമ, അങ്ങയാൽ അവതരിച്ചപ്പോൾ എൻ്റെ കടം ഇടി, എൻ്റെ കടം പിതൃ ഋണം എന്ന്. 3 കടമുണ്ട്: ഋഷീഋണം, പിതൃഋണം, ദേവം. അതിലെ പിതൃ ഋണം അച്ഛനെ പോലെ തന്നെ ഒരു പുത്രനെ സൃഷ്ടിച്ചാലേ പൂർണ്ണമാകൂ. പുത്രജനനം കൊണ്ട് ആ കടം വീടുകൊള്ളൂ. ഈ പുത്രൻ ഉണ്ടാവാതെ ഞാൻ പോയിരുന്നെങ്കിൽ കടം വീട്ടാതെ ഞാൻ പോയി. ഇപ്പൊ കപിലൻ എന്ന പുത്രൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താണ് അവതീർണ ഋണഹ, അങ്ങ് അവതരിച്ചുകൊണ്ട് ഋണത്തെ മുഴുവൻ പൂർണ്ണമാക്കി, ആപ്തകാമനായി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഞാൻ പരിവ്രാജകന്റെ പദവിയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ പോകുമ്പോഴൊക്കെ അങ്ങയെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് മാത്രമേ പോകുള്ളൂ. എനിക്കിതിന് അനുവാദം തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആസ്മാഭിപൃച്ഛേദ്യ പതിം പ്രജാനാം ത്വയാ അവതീർണാർണ ഉദാത്തകാമാം പരിവ്രജത് പദവീമാസ്ഥിതോഹം ചരിഷ്യേ ത്വാം ഹൃദയുഞ്ജൻ വിശോകം. ത്വയാ അവതീർണാർണഃ ഉദ ആപ്തകാമഃ അഹം പരിവ്രജത് പദവീം ആസ്ഥിതഃ ത്വാം യുഞ്ജൻ വിശോകഃ ചരിഷ്യേ പ്രജാനാം പദിം ത്വാം ആസ്മ അഭിപക്ഷേ. ആസ്മാഭിപക്ഷേദ്യ പദിം പ്രജാനാം ത്വയാവതീർണാർണ ഉദാത്തകാമാം പരിവ്രജത് പദവീമാസ്ഥിതോഹം ചരിഷ്യേ ത്വാം ഹൃദയുഞ്ജൻ വിശോകം. ആസ്മാഭിപക്ഷേദ്യ പദിം പ്രജാനാം ത്വയാവതീർണാർണ ഉദാത്തകാമാം പരിവ്രജത് പദവീമാസ്ഥിതോഹം
ചരിഷ്യേ ത്വാം ഹൃദി യുജ്യൻ വിശോകാം. ഇത്രയുമാണ് മകനായ ഭഗവാനെ കർദമൻ സ്തുതി ഉപസംഹരിച്ചത്. സ്തുതിച്ചത് എന്തിനു വേണ്ടിയാണ്? സന്യാസത്തിന് പോകാൻ അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെട്ടാണ്. ഇനി ഭഗവാന്റെ മറുപടിയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചത്. നമുക്ക് അടുത്ത ദിവസം ഭഗവാന്റെ മറുപടി കേൾക്കാം. ഇന്ന് ഉപസംഹരിക്കാം. അതിനു മുമ്പ് അടുത്ത ചൊവ്വയും ബുധനും ക്ലാസ് ഉണ്ടാവില്ല എന്നൊരു ദുഃഖസത്യം കൂടി അറിയിക്കാം. കാരണം ഞാൻ മൂകാംബികയുടെ ഒരു പരിപാടിയിലാണ്. ഒരു പുസ്തക പ്രകാശനമുണ്ട്, ദേവി മഹാത്മ്യത്തിന്റെ. ഞാൻ തന്നെ അതിന് അവതാരിക എഴുതി അക്ഷരത്തെറ്റൊക്കെ തിരുത്തി കൊടുത്തൊരു പുസ്തകം. അവിടെ വെച്ചാണ് അടികളൊക്കെ ചേർന്ന് പ്രകാശനം ചെയ്യുന്നത്. അപ്പം ആ 2 ദിവസം തിങ്കളും ചൊവ്വയും അവിടെ ആയിരിക്കുന്നതുകൊണ്ട് ബുധനാഴ്ച വെളുപ്പിനെ ഇവിടെ എത്തുകയുള്ളൂ. അതുകൊണ്ട് 2 ദിവസത്തെ അവധി നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കാം. ഇന്ന് ക്ലാസ്സിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാത്തവർക്ക് മെസ്സേജ് ഇട്ട് അറിയിച്ചാൽ മതി. അടുത്ത 2 ദിവസം ഇല്ല എന്നുള്ള കാര്യം. ഉപസംഹരിച്ചതിന് ശേഷം സംശയങ്ങൾ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.